നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൈവളികയിൽ കാണാതായ 15-കാരിയെയും യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ആത്മഹത്യയെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംഭവത്തിൽ പോലീസിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ചെറുകിട കേബിൾ TV മേഖലയെ തകർക്കുന്ന KSEB നിലപാടിനെതിരെ COAയുടെ സമര പരമ്പര മാർച്ച് 17 മുതൽ 21 വരെ. E. ചന്ദ്രശേഖരൻ MLAക്ക് നിവേദനം നൽകി. കാസർകോട്ട് ലഹരി വിൽപ്പനയെക്കുറിച്ച് വിവരം നൽകിയതിന് വീട് കയറി ആക്രമണം. ചെറുക്കള മാസ്തിക്കുണ്ട് സ്വദേശി സിനാനും മാതാവ് സൽമയ്ക്കും നേരെയാണ് ആക്രമണമുണ്ടായത്. ഗോവ വിമോചന സമര സേനാനി ക്യാപ്റ്റൻ KM കുഞ്ഞിക്കണ്ണൻ നമ്പ്യാർ വിടവാങ്ങി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. പാണലത്തെ പ്രവാസി അബ്ദുൽ മജീദിന്റെ മരണം. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ആഭ്യന്തര വകുപ്പിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ടം. അപൂർവങ്ങളായ തെയ്യങ്ങളിൽ നിന്ന് അനുഗ്രഹം തേടിയെത്തുന്നത് ആയിരങ്ങൾ. വാർത്തകൾ വിശദമായി. കാസർഗോഡ് പൈവളികയിൽ കാണാതായ 15-കാരിയെയും ഒപ്പമുണ്ടായിരുന്ന യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ഇരുവരുടേതും ആത്മഹത്യയെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മൃതദേഹങ്ങൾക്ക് 20 ദിവസത്തിലധികം പഴക്കം. ഇതിനിടെ പെൺകുട്ടിയുടെ മരണത്തിൽ പോലീസിനെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനവും ഉയർത്തി. ഒരു VIP-യുടെ മകളായിരുന്നുവെങ്കിൽ പോലീസ് ഇങ്ങനെ കാണിക്കുമോ എന്ന് കോടതി ചോദിച്ചു. നാളെ അന്വേഷണ ഉദ്യോഗസ്ഥനോട് കേസ് ഡയറിയുമായി ഹാജരാകുവാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു. പൈവളികയെ ഞെട്ടിച്ചാണ് കാണാതായ 15-കാരിയുടെയും അയൽവാസിയായ കൂടൽ മേർക്കള മണ്ടേക്കാപ്പ് സ്വദേശിയായ 42-കാരൻ പ്രദീപിൻ്റെയും മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. ഇവർക്ക് വേണ്ടി വ്യാപക തിരച്ചിൽ നടത്തി വരുന്നതിനിടെ രാവിലെയാണ് കാട്ടിനുള്ളിൽ ഒരേ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നത്. ഫെബ്രുവരി 11 രാത്രി ഉറങ്ങാൻ കിടന്ന പെൺകുട്ടിയെ പിറ്റേ ദിവസം രാവിലെയാണ് വീട്ടിൽ നിന്നും കാണാതായത്. സഹോദരിക്കൊപ്പം കിടന്നുറങ്ങിയ പെൺകുട്ടി വീടിൻ്റെ പിറകുവശത്തെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയെന്നാണ് രക്ഷിതാക്കൾ പോലീസിന് നൽകിയ മൊഴി. കുട്ടിയുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ആദ്യം ബെല്ലടിച്ചെങ്കിലും പിന്നീട് സ്വിച്ച് ഓഫായി. ഇതേസമയം തന്നെ പ്രദേശവാസിയായ പ്രദീപിനെ കാണാതായതായും വിവരം ലഭിച്ചു. പ്രദീപ് പെൺകുട്ടിയുടെ വീടുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണ്. പ്രദീപിൻ്റെ മൊബൈൽ ഫോണും 12-ാം തീയതി 11 മണി വരെ ബെല്ലടിച്ച ശേഷം സ്വിച്ച് ഓഫ് ആയിരുന്നു. മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ കണ്ടെത്തിയ വീടിന് സമീപത്തെ കാടുകളിൽ പ്രദേശവാസികളുടെ സഹായത്തോടെ പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു. പ്രദീപ് പോകുവാനിടയുള്ള കർണാടക മടിക്കേരിയിലെ ബന്ധുവീടുകളിലും പോലീസ് നേരത്തെ പരിശോധന നടത്തുകയുണ്ടായി. കേസുമായി ബന്ധപ്പെട്ട് 100-ലധികം പേരെയാണ് പോലീസ് ചോദ്യം ചെയ്തത്. ഒടുവിൽ ഞായറാഴ്ച പോലീസും പ്രദേശവാസികളും സംയുക്തമായി നടത്തിയ തിരച്ചിലിലാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാസർഗോഡിനെ തന്നെ വേദനയിലാഴ്ത്തുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്ത സംഭവമായി ഇത് മാറി. കണ്ടെത്തിയ മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് കരുതുന്നത്. ദുരൂഹതകൾ നിലനിൽക്കുന്നതിനാൽ തന്നെ വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മൃതദേഹങ്ങൾ മാറ്റി. പോസ്റ്റ്മോർട്ടത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ടിൽ ആത്മഹത്യയെന്നാണ് പറയുന്നത്. മൃതദേഹങ്ങൾക്ക് 20 ദിവസത്തിലധികം പഴക്കമുണ്ടെന്നും വ്യക്തമായിട്ടുണ്ട്. കൂടുതൽ പരിശോധനകൾക്കായി മൃതദേഹാവശിഷ്ടങ്ങൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ഇതിനിടെ സംഭവത്തിൽ പോലീസിനെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനമുയർത്തിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ മാതാവ് നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമുണ്ടായത്. ഒരു VIP-യുടെ മകളായിരുന്നുവെങ്കിൽ പോലീസ് ഇങ്ങനെ കാണിക്കുമോ എന്ന് കോടതി ചോദിച്ചു. നിയമത്തിനു മുന്നിൽ VIP-യും തെരുവിൽ കഴിയുന്നവരും തുല്യരെന്ന് വ്യക്തമാക്കിയ കോടതി നാളെ കേസ് ഡയറിയുമായി ഹാജരാകുവാൻ അന്വേഷണ ഉദ്യോഗസ്ഥനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെറുകിട കേബിൾ TV മേഖലയെ തകർക്കുന്ന KSEB നിലപാടിനെതിരെ നടത്തുന്ന സമര പരമ്പരയ്ക്ക് മുന്നോടിയായി COA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ E. ചന്ദ്രശേഖരൻ MLAക്ക് നിവേദനം നൽകി. മാർച്ച് 17 മുതൽ 21 വരെ തിരുവനന്തപുരത്താണ് COA സമര പരമ്പര നടത്തുന്നത്. പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി COAയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ 13-ന് KSEB ഡിവിഷൻ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധവും നടത്തും. ചെറുകിട കേബിൾ TV മേഖലയെ തകർക്കുന്ന KSEB നിലപാടിനെതിരെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മാർച്ച് 17 മുതൽ 21 വരെ തിരുവനന്തപുരത്ത് സമര പരമ്പര നടത്തുന്നു. ഒന്നിൽ കൂടുതൽ കേബിൾ വലിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കേബിളിനും പ്രത്യേകം നിരക്ക് വേണമെന്ന ആവശ്യമാണ് KSEB മുന്നോട്ട് വയ്ക്കുന്നത്.
ഇതുമൂലം 6-12 ഫൈബറുകൾ ഉൾപ്പെടുന്ന 2 കേബിൾ സ്ഥാപിച്ച ഒരു ചെറുകിട ഓപ്പറേറ്റർ ഇരട്ടി തുക നൽകേണ്ട സാഹചര്യമുണ്ടാകുന്നു. എന്നാൽ കുത്തക കമ്പനികളിൽ നിന്നും 96ഉം 192ഉം ഫൈബറുകളടങ്ങിയ കേബിളുകൾ സ്ഥാപിച്ചതിന് ചെറിയ വാടക മതിയെന്ന നിലപാടാണ് KSEB സ്വീകരിച്ചിട്ടുള്ളത്. ഈ നിലപാടിനെതിരെ സമര പരമ്പരയിലൂടെ ശക്തമായി പ്രതിഷേധിക്കുവാനും ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ തുടർ സമരം നടത്താനുമാണ് COA തീരുമാനിച്ചിട്ടുള്ളത്. കൂടാതെ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി COAയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ 13-ന് KSEB ഡിവിഷൻ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധം നടത്തുകയും ചെയ്യും. ഇതിനു മുന്നോടിയായാണ് COA ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് MLA E ചന്ദ്രശേഖരന് തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള നിവേദനം നൽകിയത്. കേബിൾ TV ഓപ്പറേറ്റർമാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ ഇടപെടൽ നടത്തുമെന്നും തിരുവനന്തപുരത്ത് നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യമേകി സമരപ്പന്തൽ സന്ദർശിക്കുമെന്നും E ചന്ദ്രശേഖരൻ MLA പറഞ്ഞു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വരാനിരിക്കുന്ന ഈ മാർച്ച് മാസം 17 മുതൽ 21 തീയതി വരെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തുന്ന പ്രക്ഷോഭത്തെക്കുറിച്ച് നിങ്ങളിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ പ്രക്ഷോഭം വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. തീർച്ചയായും നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റ് മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വലിയ ചെറുത്തുനിൽപ്പെടുത്തുന്ന പ്രവർത്തനം കൂടിയാണ് കേരള കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ കേബിൾ TV ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനങ്ങൾക്ക് ഒരു തരത്തിലും ഭംഗം വരാത്ത വിധത്തിൽ മുമ്പോട്ട് പോകണമെങ്കിൽ തീർച്ചയായും ഇന്ന് ഉള്ളതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സിന് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ടാകണം. അതിനാവശ്യമായ കാര്യങ്ങൾ മുൻനിർത്തി നടത്തുന്ന നിങ്ങളുടെ പ്രക്ഷോഭത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുക. COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ, COA സംസ്ഥാന കമ്മിറ്റി അംഗം ഷുക്കൂർ കോളിക്കര, COA കാസർഗോഡ് മേഖലാ പ്രസിഡന്റ് ദിവാകര എന്നിവരുൾപ്പെടുന്ന സംഘമാണ് COAയുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള നിവേദനം E ചന്ദ്രശേഖരൻ MLAയെ നേരിൽ കണ്ട് നൽകിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ലഹരി വിൽപ്പനയെക്കുറിച്ച് വിവരം നൽകിയതിന് വീട് കയറി ആക്രമണം. ചെറുക്കള മസ്തിക്കുണ്ട് സ്വദേശി സിനാനും മാതാവ് സൽമയ്ക്കും നേരെയാണ് ആക്രമണം ഉണ്ടായത്. പരിക്കേറ്റ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലഹരി കച്ചവടക്കാരായ യുവാക്കളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പരാതി. ലഹരി വിൽപ്പനയെക്കുറിച്ച് പോലീസിന് വിവരം നൽകിയ വൈരാഗ്യത്തിലാണ് ചെർക്കള മാസ്തിക്കുണ്ടിലെ അഹമ്മദ് സിനാനെയും ഉമ്മ സൽമയെയും വീട് കയറി ആക്രമിച്ചത്. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞായിരുന്നു സംഭവം. വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ താമസം തുടങ്ങിയ കർണാടക സ്വദേശികളായ ഉമ്മർ, നിയാസ് എന്നിവരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പരാതി. ആൾതാമസമില്ലാത്ത വീട് കേന്ദ്രീകരിച്ചാണ് ലഹരി വിൽപ്പനയും ഉപയോഗവും നടക്കുന്നത്. ഈ സംഘങ്ങളെക്കുറിച്ച് പ്രദേശത്തെ ക്ലബ്ബും നാട്ടുകാരും ദിവസങ്ങൾക്ക് മുൻപേ പോലീസിൽ വിവരം നൽകിയിരുന്നു. ഇതിന്റെ വൈരാഗ്യമാണ് അക്രമത്തിലേക്ക് നയിച്ചതെന്ന് പരാതിയിൽ പറയുന്നു. ഇന്നലെ ആദൂർ പോലീസും സംഘവും ലഹരി വിൽപ്പന നടക്കുന്ന വീടും പ്രദേശവും റെയ്ഡ് നടത്തി 3 പ്രതികളെ പിടികൂടിയിരുന്നു. കർശനമായ നടപടി സ്വീകരിക്കുവാൻ ആവശ്യമായ ലഹരി മരുന്ന് ഇവരിൽ നിന്നും ലഭിക്കാത്തത് കാരണം സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കുകയായിരുന്നു. പോലീസ് റെയ്ഡാണ് പ്രതികളെ കൂടുതൽ പ്രകോപിപ്പിച്ചതും സിനാനെയും ഉമ്മയെയും വീട് കയറി ആക്രമിക്കുന്നതിലേക്ക് നയിച്ചതും. ഇവരുടെ നേതൃത്വത്തിൽ കാസർഗോഡ് പെരുമ്പളയിൽ ബൈക്ക് ഗ്യാരേജ് നടത്തുന്നുണ്ട്. ഇതിനെ മറയാക്കിയാണ് പ്രധാനമായും ഇവരുടെ ലഹരി കച്ചവടമെന്നും പരാതിയുണ്ട്. വീട് കയറിയുള്ള ആക്രമണത്തിൽ വിദ്യാനഗർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഗോവ വിമോചന സമര സേനാനി ക്യാപ്റ്റൻ KM കുഞ്ഞിക്കണ്ണൻ നമ്പ്യാർ വിടവാങ്ങി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. ഗോവ വിമോചന സമര സേനാനി ക്യാപ്റ്റൻ KM കുഞ്ഞിക്കണ്ണൻ നമ്പ്യാർ എന്ന KMK നമ്പ്യാർ അന്തരിച്ചു. സ്കൂൾ പഠനകാലത്ത് തന്നെ സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൽ സജീവമായിരുന്ന ക്യാപ്റ്റൻ KM കുഞ്ഞിക്കണ്ണൻ നമ്പ്യാർ വിമോചനം ആവശ്യപ്പെട്ട് 1955 ഓഗസ്റ്റ് 15-ന് ഗോവയിൽ സത്യാഗ്രഹം നടത്താൻ നിയോഗിക്കപ്പെട്ട സംഘത്തിൽ അംഗമായിരുന്നു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം കരസേനയിൽ ചേർന്ന കുഞ്ഞിക്കണ്ണൻ നമ്പ്യാർ 1986-ൽ ഓണററി ക്യാപ്റ്റൻ പദവിയിൽ വിരമിച്ചു.
സമ്പൂർണ്ണ സാക്ഷരതാ പ്രസ്ഥാനം ജില്ലാ ജോയിന്റ് കൺവീനർ, കാൻഫെഡ്, ഗാന്ധി പീസ് ഫൗണ്ടേഷൻ, നവഭാരത വേദി, ഗാന്ധി സ്മാരക നിധി, സർവോദയ മണ്ഡലം, കാസർഗോഡ് പീപ്പിൾസ് ഫോറം, മദ്യനിരോധന സമിതി, ചിന്മയ മിഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സ്വാതന്ത്ര്യ സമര ഭടന്മാർക്കുള്ള അംഗീകാരവും ആദരവും ലഭിച്ചിട്ടുണ്ട്. കേളുകുഡെ അയ്യപ്പനഗറിലെ ഹരിശ്രീ നിലയത്തിൽ പൊതുദർശനത്തിന് ശേഷം കൂത്തുപറമ്പ് പടുവിലായിലെ തറവാട്ടിൽ സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് വിദ്യാനഗർ പാണലത്തെ പ്രവാസി അബ്ദുൾ മജീദിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ നസീമ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ആഭ്യന്തര വകുപ്പിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. 2023 നവംബർ 1-നാണ് മജീദിനെ ചന്ദ്രഗിരി പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അബ്ദുൾ മജീദിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാണിച്ച് ഭാര്യ നസീമ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ആഭ്യന്തര വകുപ്പിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2023 ഒക്ടോബർ 31-ന് മജീദിനെ സുഹൃത്ത് ഹമീദ് ചന്ദ്രഗിരി പുഴയ്ക്ക് സമീപത്തുള്ള റിസോർട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി. എന്നാൽ പിറ്റേന്ന് രാവിലെ 11 മണിയോടെ കരയിൽ നിന്നും 25 അടി അകലെ പുഴയിൽ നിന്നും മൃതദേഹം അഗ്നിരക്ഷാസേനയാണ് കണ്ടെത്തിയത്. കരയിൽ നിന്നും കുറച്ചകലെയായുണ്ടായിരുന്ന ബോട്ടിൽ മജീദിന്റെ മൊബൈൽ ഫോണും പേഴ്സും ഉൾപ്പെടെയുള്ള സാധനങ്ങളും കണ്ടെടുത്തിരുന്നു. രാത്രി 1 മണിയോടെ മജീദ് ബോട്ടിനടുത്തേക്ക് പോയെന്നും മദ്യപിച്ച് പുഴയിൽ വീണെന്നുമാണ് പോലീസ് രേഖകളിലുള്ളത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മദ്യപിച്ചെന്ന് കണ്ടെത്തിയിട്ടില്ലെന്നും മജീദിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നുമാണ് കുടുംബം പറയുന്നത്. തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഫെബ്രുവരി 28-ന് കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് മാർച്ച് 3-ന് വീണ്ടും റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഒരാഴ്ചക്കകം റിപ്പോർട്ട് ലഭ്യമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഹർജിക്കാരുടെ അഭിഭാഷകൻ ഷാനവാസ് കാട്ടകത്ത് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭാരതീയ അഭിഭാഷക പരിഷത്ത് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ വനിതാ ദിനം ആഘോഷിച്ചു. വിദ്യാനഗർ ലയൺസ് ക്ലബ് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഭാരതീയ അഭിഭാഷക പരിഷത്ത് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെ ദേശീയ വനിതാ ദിനം ആഘോഷിച്ചു. വിദ്യാനഗർ ലയൺസ് ക്ലബ് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഭാരതീയ അഭിഭാഷക പരിഷത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം കെ കരുണാകരൻ നമ്പ്യാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം സ്ത്രീകൾക്ക് അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും നിഷേധിക്കുന്നതാണ് എന്ന വളരെ തെറ്റായ ബോധപൂർവമായ ആസൂത്രിതമായ പ്രചരണം നമ്മുടെ നാട്ടിൽ നടക്കുന്നു. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാതാകാൻ കാരണം, നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ അധപതനത്തിന്റെ കാരണം നമ്മുടെ പുരാണമാണ്, ഇതിഹാസമാണ്, ഈ നാടിന്റെ പഴയ പാരമ്പര്യമാണ് എന്ന് വലിയ തെറ്റിദ്ധാരണാജനകമായ പ്രചരണം വളരെ ബോധപൂർവ്വം നമ്മുടെ നാട്ടിൽ നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ വല്ല യാഥാർത്ഥ്യമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ സ്വാതന്ത്ര്യവും സ്ത്രീ സുരക്ഷയും ഒന്നും പുതിയ കാര്യമല്ല. വളരെ വ്യക്തമായ, ഒരുപക്ഷെ ലോകോത്തരമായ, ലോകത്തിൽ മറ്റാർക്കും സ്വപ്നം കാണാൻ സാധിക്കുന്നതിനും അപ്പുറത്ത് ആ ഒരു പഴയ കാലഘട്ടത്തിൽ തന്നെ ഈ വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും പ്രാവർത്തികമായി ഇതെല്ലാം നടപ്പിലാക്കുകയും ചെയ്ത ഒരു സമൂഹമാണ് ഭാരതീയ സമൂഹം. അതിന്റെ ഉദാഹരണങ്ങളാണ് നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളും ചരിത്രത്തിലും എല്ലാം കാണിക്കുന്നത്. ജില്ലാ മഹിളാ പ്രമുഖ് അഡ്വക്കേറ്റ് KM ബീന അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് AC അശോക് കുമാർ, അഡ്വക്കേറ്റ് ചൈത്ര, അഡ്വക്കേറ്റ് ചൈതന്യ എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് യൂണിറ്റ് സെക്രട്ടറി ജാനവി സ്വാഗതവും യൂണിറ്റ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സംഗീത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 25 സംവത്സരങ്ങൾക്ക് ശേഷം പെരുങ്കളിയാട്ടമാടുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ കെട്ടിയാടുന്ന അപൂർവങ്ങളായ തെയ്യങ്ങളിൽ നിന്ന് അനുഗ്രഹം തേടി ആയിരങ്ങളാണ് എത്തുന്നത്. പുലർച്ചെയും രാവിലെയും ഉച്ചയ്ക്കുമായി വ്യത്യസ്ത തെയ്യക്കോലങ്ങളുമാണ് കഴകത്തിലെ അരങ്ങിലെത്തുന്നത്. ദൂരദിക്കുകളിൽ നിന്ന് പോലും ആളുകൾ എത്തുന്നുണ്ട്. വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള കലവറ ഘോഷയാത്രകൾ പൂർത്തിയായതോടെ പെരുങ്കളിയാട്ടത്തിനെത്തുന്നവർക്കെല്ലാം അന്നദാനവും തുടങ്ങിയിരുന്നു. പുലർച്ചെ മുതൽ വിവിധ തെയ്യങ്ങളിൽ നിന്നും അനുഗ്രഹം തേടി മഞ്ഞൾക്കുറി വാങ്ങുവാൻ നൂറുകണക്കിന് പേർ കാത്തിരിക്കുകയായിരുന്നു.
തിങ്കളാഴ്ച രാവിലെ മുതൽ കടപ്പുറത്ത് ഭഗവതി, കാനക്കര ഭഗവതി, ഉച്ചൂളിക്കടവത്ത് ഭഗവതി, ഗുളികൻ, വീരചാമുണ്ടി, കുണ്ടോർ ചാമുണ്ടിയും കൂടെയുള്ള തുരക്കാരത്തിയും രക്തചാമുണ്ടി, പൂമാരുതൻ ദൈവം തിറ, വിഷ്ണുമൂർത്തി തെയ്യങ്ങൾ അരങ്ങിലെത്തി. ഉച്ചത്തോറ്റവും നടന്നു. രാത്രി പൂമാരുതൻ ദൈവം വെള്ളാട്ടം, വടക്കൻകോടി ദൈവം വെള്ളാട്ടം, അന്തിത്തോറ്റം എന്നിവയും തിങ്കളാഴ്ച രാത്രി 11 മണി മുതൽ 12 മണി വരെ അങ്കക്കുളങ്ങര ഭഗവതി, ഉച്ചൂളിക്കടവത്ത് ഭഗവതി, രക്തചാമുണ്ടി, വിഷ്ണുമൂർത്തി തുടങ്ങിയ തെയ്യങ്ങളുടെ തോറ്റമാണ്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് വെസ്റ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വർഷങ്ങളായി മാതൃഭൂമി ദിനപത്രം ശേഖരിച്ച് സൂക്ഷിച്ചു വെച്ച വിലാസിനി രാജനെ ആദരിച്ചു. വനിതാ ദിനത്തോടനുബന്ധിച്ചായിരുന്നു ആദരവ്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് വെസ്റ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനത്തോടനുബന്ധിച്ച് വർഷങ്ങളായി മാതൃഭൂമി ദിനപത്രം വൃത്തിയായ ക്രമത്തിൽ ശേഖരിച്ച് സൂക്ഷിച്ചു വെച്ച തച്ചങ്ങാട് സ്വദേശിനി വിലാസിനി രാജനെ ആദരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് വസന്ത കരമനെ ഷാളണിയിച്ചു. മേഖലാ ട്രഷറർ മനു സ്നേഹോപഹാരം നൽകി. 1998 ജനുവരി മുതൽ 2015 ഡിസംബർ 15 വരെ സൂക്ഷിച്ചു വെച്ച ദിനപത്രം അവരുടെ വീട് മാറുമ്പോൾ നഷ്ടപ്പെട്ടെങ്കിലും പിന്നീട് 2016 മുതൽ ഈ നാൾ വരെയുള്ള ദിനപത്രം വിലാസിനി രാജൻ സൂക്ഷിച്ചു വെച്ചിരുന്നു. ചടങ്ങിൽ യൂണിറ്റ് സാന്ത്വനം കോർഡിനേറ്റർ ശാലിനി രാജേന്ദ്രൻ, കമ്മിറ്റി മെമ്പർ ചന്ദ്രശേഖര, സുബ്രഹ്മണ്യ, യൂണിറ്റ് ട്രഷറർ ഗണേശ റായ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. രാസലഹരി ഉൾപ്പെടെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും വിതരണ ശൃംഖലയും നാടെങ്ങും വിപുലപ്പെടുന്ന കാലത്ത് ലഹരി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് പടന്ന എടച്ചാക്കി ബദർ മസ്ജിദ് പരിപാലന കമ്മിറ്റി. പള്ളി പരിസരത്ത് സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടിയിൽ യുവാക്കളും കുട്ടികളും രക്ഷിതാക്കളും ഉൾപ്പെടെ പ്രദേശവാസികൾ ഒന്നടങ്കം പങ്കെടുത്തു. മസ്ജിദ് പരിധിയിലുള്ള കുടുംബനാഥന്മാരും വീട്ടമ്മമാരും യുവതി യുവാക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടുന്ന പ്രദേശത്തുള്ള മഹൽ നിവാസികളെ ഒരുമിച്ച് ചേർത്താണ് ബോധവൽക്കരണ പരിപാടി നടത്തിയത്. പല ഗ്രാമങ്ങളിലും പുതിയ തലമുറയ്ക്കിടയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് മാരക വിപത്തിനെതിരെ പുണ്യ റമളാനിൽ ബദർ മസ്ജിദ് പരിപാലന കമ്മിറ്റി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. പള്ളി പരിസരത്ത് സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് ചന്തേര പോലീസ് ഇൻസ്പെക്ടർ കെ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. വി കെ ഹനീഫ ഹാജി അധ്യക്ഷത വഹിച്ചു. ഹോസ്തൂർ ബ്രാഞ്ച് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ കെ പി അബ്ദുൽ സലാം ക്ലാസ് എടുത്തു. ഏറ്റവും കൂടുതൽ ക്രൈമുകൾ രജിസ്റ്റർ ചെയ്തത് രാത്രികാല ഫുട്ബോൾ വന്നതിന് ശേഷമാണ്. ലഹരി ഉപയോഗിക്കാനും ലഹരി വിൽപ്പന ചെയ്യുവാനും കൂടിയിട്ട് നല്ല സമയമാണ്. നമ്മൾ വീട്ടിൽ പറയും, രക്ഷിതാക്കളോട് പറയും, ഉമ്മമാരോട് പറയും, എനിക്ക് കളിയുണ്ട് അല്ലെങ്കിൽ എനിക്ക് കളി കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഇവർ നേരെ പോകും. നമ്മുടെ രക്ഷിതാക്കളെ ചെയ്യുന്ന പണി എന്തറിയാം? ചാവി മക്കളെടുത്ത് കൊടുക്കും. എന്താ, നമ്മളെ മക്കൾ 2 മണിക്ക് വരുന്നത് അല്ലെങ്കിൽ 3 മണിക്ക് വന്നാൽ എന്ത് ചെയ്യും? ഇവിടെ ഉറക്കമില്ലായ്മ സംഭവിക്കും അല്ലേ? അതുകൊണ്ട് സ്ഥിരമായിട്ട് അധികം കുട്ടികൾ നമ്മളോട് പറഞ്ഞ വിഷയമാണ്. കുട്ടികൾ പറഞ്ഞത് അത് മാത്രമല്ല, ഈ കുട്ടികളുടെ റൂം പക്ഷേ 2 നിലയാണെങ്കിൽ അവരുടെ റൂം മുകളിലായിരിക്കും. നമ്മുടെ മക്കൾ എന്ത് ചെയ്യുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. ഇസ്മായിൽ സാദി, KMK മുഹമ്മദ് കുഞ്ഞി, N ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. തുടർ പ്രവർത്തനങ്ങൾക്ക് പ്രദേശം കേന്ദ്രീകരിച്ച് പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ രക്ഷാധികാരികളായി ജാഗ്രതാ സമിതിക്ക് രൂപം നൽകി. വി കെ ഹനീഫ ഹാജി ചെയർമാനും ഇസ്മായിൽ സഅദി വൈസ് ചെയർമാനും, യു ഷെരീഫ് ജനറൽ കൺവീനറും, N ഇബ്രാഹിം, KPC സുഹൈർ, TK നാസർ എന്നിവർ ജോയിന്റ് കൺവീനർമാരുമായാണ് 20 അംഗ ജാഗ്രതാ സമിതി രൂപീകരിച്ചത്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ലഹരിക്കെതിരായി ഡിവൈഎഫ്ഐ നടത്തിവരുന്ന മേഖലാതല ജാഗ്രതാ പരേഡിന് ജില്ലയിൽ തുടക്കമായി. വേണ്ട ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യമുയർത്തി കുമ്പളയിൽ നടന്ന പരിപാടി ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാലു മാത്യു ഉദ്ഘാടനം ചെയ്തു. വേണ്ട ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ മേഖലാതല ജാഗ്രതാ പരേഡിന് ജില്ലയിൽ തുടക്കമായി. പരിപാടിയുടെ ഭാഗമായി കുമ്പള ജില്ലാ സഹകരണ ആശുപത്രിക്ക് സമീപത്തു നിന്നും ടൗൺ പരിസരം കേന്ദ്രീകരിച്ച് പ്രകടനം നടത്തി. പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. കുമ്പളയിൽ നടന്ന പരിപാടി ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാലു മാത്യു ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ പുതിയ യുവത്വത്തെ ലഹരിക്കടിമപ്പെടുത്തുന്നതിനു വേണ്ടി ലഹരിയുടെ വിവിധ രൂപങ്ങൾ നമ്മുടെ സമൂഹത്തിനകത്തേക്ക് കടത്തിവിടുന്നതിനു വേണ്ടി ലഹരി മാഫിയ വലിയ ശ്രമങ്ങൾ തുടരുന്ന കാലമാണ്.
ലഹരി മാഫിയ ഇത്തരം ശ്രമങ്ങൾ തുടരുന്നതിന്റെ ഭാഗമായി സ്കൂൾ തലം മുതൽ നമ്മുടെ നാടിനകത്തുള്ള യുവത്വത്തെയാകെ ഈ ലഹരി കഞ്ചാവ് മാഫിയ ലക്ഷ്യം വെക്കുകയാണ്. ബ്ലോക്ക് പ്രസിഡന്റ് പി രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം നസറുദ്ദീൻ മലങ്കര സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് ട്രഷറർ എം സച്ചിൻ രാജ്, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറിമാരായ അബ്ദുൽ ഹക്കീം, ആർ ശ്രീദേവി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭഗവാൻ ശ്രീ സത്യസായി അഭയനികേതൻ ആഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ഭഗവാൻ ശ്രീ സത്യസായി അഭയനികേതൻ ആഭിമുഖ്യത്തിൽ താളിപ്പടുപ്പ് BNS അഭയനികേതനിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ബായാർ പ്രശാന്തി ക്ലിനിക്കിലെ ഡോക്ടർ സത്യനാരായണ ബി, പെർള ചിന്മയ ക്ലിനിക്കിലെ കൃഷ്ണമോഹന BR എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. ಕ್ಯಾಂಪಿಲ್ ಎಲ್ಲಾತರಂ ರೋಗങ്ങളുടെ ಪರಿಶೋಧನೆയും ಮರುನುಗಳು ಸೌಜನ್ಯಮಾയിരുന്നു. ಈಗಾಗಲೇ ಸುಮಾರು 35ಕ್ಕೂ ಹೆಚ್ಚು ಕ್ಯಾಂಪುಗಳನ್ನು ನಡೆಸಿದ್ದೇವೆ ಹಾಗೂ ಎಲ್ಲ ಸ್ಪೆಷಲೈಸ್ಡ್ ಕ್ಯಾಂಪುಗಳನ್ನು ನಾವು ಇದರಲ್ಲಿ ನಡೆಸಿರ್ತೇವೆ. ಇತ್ತೀಚೆಗೆ ನಾವು ಐ ಕ್ಯಾಂಪಿನನ್ನು ಗುರಿಯಾಗಿರಿಸಿಕೊಂಡು ರೂರಲ್ ಐ ಕ್ಯಾಂಪ್ ಎಂಬ ತಲೆಬರಹದಡಿಯಲ್ಲಿ ನಾವು 25 ಕ್ಯಾಂಪುಗಳನ್ನು ಮುಗಿಸಿದ್ದೇವೆ. ಸುಮಾರು 3-4 ಸಾವಿರಕ್ಕೂ ಹೆಚ್ಚು ಕನ್ನಡಕಗಳನ್ನು ವಿತರಿಸಿದ್ದೇವೆ ಉಚಿತವಾಗಿ ಹಾಗೂ ಕನ್ಸೆಷನ್ ರೇಟ್ನಲ್ಲಿ ಸರ್ಜರಿಯನ್ನು ನಡೆಸಿಕೊಟ್ಟಿದ್ದೇವೆ. ಇದೀಗ ಸ್ವಾಮಿಯ 100ನೇ ವರ್ಷದ ಹುಟ್ಟುಹಬ್ಬದ ಅಂಗವಾಗಿ ಒಂದು ಕ್ಯಾಂಪನ್ನು ನಾವು ಪನಯಾಲ ಬೇಕಲದಲ್ಲಿ ಆಯೋಜಿಸಿದ್ದೇವೆ. 350ಕ್ಕೂ ಅಧಿಕ ರೋಗಿಗಳು ಭಾಗವಹಿಸಿದ್ದು 180 ಕನ್ನಡಕಗಳನ್ನು ವಿತರಿಸಲಾಗಿದೆ ಹಾಗೂ 50 ಉಚಿತ ಸರ್ಜರಿಗಳನ್ನು ನಡೆಸಿಕೊಡಲಾಗಿದೆ. ಇವತ್ತಿಂದು ನಾವು ಹೊಸ ಹೆಜ್ಜೆ ಇಟ್ಟು ಆಯುರ್ವೇದಿಕ್ ಕ್ಯಾಂಪನ್ನು ಆಯೋಜಿಸಿದ್ದೇವೆ. ಅದರಲ್ಲಿಯೂ ಈಗ 100ಕ್ಕೂ ಹೆಚ್ಚು ಜನ ಭಾಗವಹಿಸಿದ್ದಾರೆ ಅಂತ ಹೇಳಲಿಕ್ಕೆ ಇದೆಲ್ಲದಕ್ಕೂ ನಮ್ಮ ಇಲ್ಲಿಯ ಆಸುಪಾಸಿನ ಜನರ ಸಹಕಾರವೇ ಮುಖ್ಯವಾಗಿದೆ. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും വീട് നിർമ്മിക്കുമെന്ന പ്രധാന പ്രഖ്യാപനത്തോടെ എൻമകജി ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റംല ഇബ്രാഹിം ബജറ്റ് അവതരണം നടത്തി. ലൈഫ് ഭവൻ സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ കുടുംബങ്ങൾക്കും വീട് നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള സുപ്രധാന പ്രഖ്യാപനം നടത്തിക്കൊണ്ട് എൻമകജി ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റംല ഇബ്രാഹിം അവതരിപ്പിച്ചു. കാർഷിക മേഖലകളിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാൻ സോളാർ കമ്പിവേലികൾ സ്ഥാപിക്കുവാനുള്ള പദ്ധതി ബജറ്റിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. എല്ലാ വീടുകൾക്കും കുടിവെള്ള പദ്ധതി, ഓരോ വീടിനും കമ്പോസ്റ്റിംഗ്, ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹിക നയം, കൃഷി, റോഡ്, പരിസ്ഥിതി ശുചിത്വം, വെളിച്ച സൗകര്യങ്ങൾ, മൃഗസംരക്ഷണം, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കായി നിരവധി പദ്ധതികളും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ പദ്ധതികൾക്കും ഉയർന്ന മുൻഗണന നൽകുന്നു. അങ്കണവാടികളിലെ കുടിവെള്ള സംവിധാനത്തിനുള്ള സോളാർ സിസ്റ്റം സ്ഥാപിക്കുന്ന പദ്ധതിയും അടുത്ത വർഷം പഞ്ചായത്ത് നടപ്പിലാക്കും. നിലവിലെ പഞ്ചായത്ത് ഭരണസമിതിയുടെ അവസാന ബജറ്റാണിത്. പഞ്ചായത്തിന്റെ വികസനത്തിൽ നാഴികക്കല്ലായി മാറുന്ന വിവിധ തരത്തിലുള്ള പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് സോമശേഖര JS അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ജയശ്രീ കുലാൽ, BS ഗംഭീര, സൗദാബി ഹനീഫ, പഞ്ചായത്ത് അംഗങ്ങളായ മഹേഷ് കുമാർ, ശശിധര, രാമചന്ദ്ര, നരസിംഹ പൂജാരി, രൂപവാണി R ഭട്ട്, രാധാകൃഷ്ണ നായക്, ജഹനാസ് ഹൻസാർ, കുസുമാവതി, സറീന മുസ്തഫ, ഇന്ദിര, ഉഷ, ആശാലത, പഞ്ചായത്ത് സെക്രട്ടറി ഗിരീഷ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മികച്ച സംരംഭക മുളിയാറിലെ രതി മോഹനെ വനിതാ ദിനത്തിൽ ആദരിച്ചു. വെള്ളിപ്പാടി മധുവാഹിനി ഗ്രന്ഥാലയം പ്രവർത്തകർ വീട്ടിലെത്തിയാണ് രതി മോഹന് ആദരവേകിയത്. സംരംഭകത്വ പ്രാഗൽഭ്യം തെളിയിച്ച മുതിർന്ന പൗര മുളിയാറിലെ രതി മോഹനെ വെള്ളിപ്പാടി മധുവാഹിനി ഗ്രന്ഥാലയം പ്രവർത്തകർ വീട്ടിൽ ചെന്ന് വനിതാ ദിനത്തിൽ ആദരിച്ചു. ചെറുധാന്യങ്ങൾ, നാട്ടിൽ ലഭ്യമായ പഴങ്ങളിൽ നിന്നുമുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ, ഡയറി ഉൽപ്പന്നങ്ങൾ, കടുമാങ്ങ അച്ചാർ, തേനീച്ച വളർത്തി ഉൽപ്പാദിപ്പിക്കുന്ന തേൻ എന്നിവ ഉണ്ടാക്കി വിവിധ മേഖലകളിൽ വ്യാപാരം നടത്തുന്ന സംരംഭക പ്രതിഭയാണ് ഗാന്ധി രാമൻ നായരുടെ കൊച്ചുമകൻ മോഹൻകുമാർ നാരന്തട്ടിയുടെ ഭാര്യയായ രതി മോഹൻ. പോഷകാഹാര സമൃദ്ധമായ ന്യൂട്രിമിക്സ്, സിദ്ധൌഷധമായ നെല്ലിക്ക അരിഷ്ടം എന്നിവ കൂടി നിർമ്മിക്കുന്നതിനോടൊപ്പം സ്വന്തം വീടിന്റെ 1ാം നിലയിൽ ഹോം സ്റ്റേയും നടത്തുന്നുമുണ്ട്. മുളിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മിനി കായ്ഫലങ്ങൾ നൽകി പൊന്നാടി അണിയിച്ചു. മോഹൻകുമാർ നാരന്തട്ട, ലീല പുത്യമുല, അംബിക ഇരിയണ്ണി, സുജിത ചറവ്, M ലതിക എന്നിവർ സംസാരിച്ചു. K ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. രതി മോഹൻ പ്രതിസ്പന്ദനം നടത്തി. സെക്രട്ടറി രാഘവൻ വെള്ളിപ്പാടി സ്വാഗതവും ശോഭ ചറവ് നന്ദിയും പറഞ്ഞു.
ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ട മഹോത്സവ ഭാഗമായി പ്രവാസി സംഗമം നടത്തി. വേദി 2-ൽ നടന്ന പ്രവാസി സംഗമം നോവലിസ്റ്റും സിനിമാ തിരക്കഥാകൃത്തുമായ CV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പതിറ്റാണ്ടുകളായി വ്യാപാരവും വ്യവസായവും അനുബന്ധ തൊഴിലുകളുമായി പ്രവാസ ലോകത്ത് ജീവിതം നയിക്കുന്നവരെ ചേർത്ത് പെരുങ്കളിയാട്ട ഭാഗമായി സംഘടിപ്പിച്ച പ്രവാസി സംഗമം നോവലിസ്റ്റും സിനിമാ തിരക്കഥാകൃത്തുമായ CV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന സ്നേഹമുണ്ട്, അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന കാരുണ്യമുണ്ട്. ആ കാരുണ്യമാണ് നമ്മൾ അവിടെ നിന്ന് കിട്ടുന്ന ഈ സമ്പത്തിൻ്റെ ഒപ്പം നമ്മൾ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ജീവിതം അവിടെ പ്രവാസികൾക്ക് ഉണ്ട്. അപ്പം അവിടെ കഴിയുമ്പോഴും അവരുടെ മനസ്സ് പലപ്പോഴും എവിടെയാണ് ഗൃഹാതുരത്വത്തിൻ്റെതായിട്ടുള്ള ഒരു ഇഴകൾ അവരെ എപ്പോഴും നമ്മുടെ നാടുമായിട്ട് ചേർത്തിട്ടുണ്ട്. പ്രവാസി കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ മെട്ടമ്മൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. TKC അബ്ദുൽ ഖാദർ ഹാജി, സീരിയൽ നടി അമൃത S ഗണേഷ്, NKP അസീസ്, ഡോക്ടർ ശിവകുമാർ, ഹരിഹരൻ, ഡോക്ടർ TK മുഹമ്മദ് അലി, KV അമ്പുകുഞ്ഞി, രവി പാലായി, M അമ്പുകുഞ്ഞി, പ്രവാസി കമ്മിറ്റി കൺവീനർ പ്രബൽ കുമാർ, ട്രഷറർ KP ഗണേശൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് TV സിനിമാ താരം സിറാജ് പയ്യോളി അവതരിപ്പിച്ച സ്റ്റാർ ഷോ, പ്രവാസി കുടുംബങ്ങളുടെ തിരുവാതിര, ഒപ്പന, യോഗ ഡാൻസ് ഉൾപ്പെടെ കലാസന്ധ്യ, മേഘദൂതം പ്രവാസി കമ്മിറ്റിയുടെ നൃത്തനാടകം, നാടൻ കലാമേളയും അരങ്ങേറി. വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് തെരുവത്ത് ശ്രീ ചീരുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ 13ാം പുനഃപ്രതിഷ്ഠാ വാർഷിക മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു. ക്ഷേത്ര തന്ത്രിവര്യർ ബ്രഹ്മശ്രീ വിഷ്ണു പ്രകാശ് പട്ടേരി കാവുമഠത്തിന്റെ കാർമ്മികത്വത്തിലായിരുന്നു പൂജാ ചടങ്ങുകൾ നടന്നത്. നാടിന്റെ നാനാദിക്കിൽ നിന്നുമായി നിരവധി ഭക്തരാണ് ഉത്സവത്തിൽ പങ്കെടുക്കുവാനായി എത്തിയത്. നാടിനെ ഭക്തിസാന്ദ്രമാക്കി കാസർഗോഡ് തെരുവത്ത് ശ്രീ ചീരുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ 13ാം പുനഃപ്രതിഷ്ഠ വാർഷിക മഹോത്സവം നടന്നു. രാവിലെ ഗണപതി ഹോമത്തോടെയായിരുന്നു വൈദിക ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് കലശപൂജ, കലശാഭിഷേകം, മഹാപൂജ എന്നിവ നടന്നു. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തിടമ്പ് നൃത്തവും നടന്നു. നാടിൻ്റെ നാനാദിക്കിൽ നിന്നുമായി നിരവധി ഭക്തരാണ് ഉത്സവത്തിനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൈവളികയിൽ കാണാതായ 15-കാരിയെയും യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ആത്മഹത്യയെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംഭവത്തിൽ പോലീസിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ചെറുകിട കേബിൾ TV മേഖലയെ തകർക്കുന്ന KSEB നിലപാടിനെതിരെ COAയുടെ സമര പരമ്പര മാർച്ച് 17 മുതൽ 21 വരെ. E. ചന്ദ്രശേഖരൻ MLAക്ക് നിവേദനം നൽകി. കാസർഗോഡ് ലഹരി വിൽപ്പനയെക്കുറിച്ച് വിവരം നൽകിയതിന് വീട് കയറി ആക്രമണം. ചെറുക്കള മാസ്തിക്കുണ്ട് സ്വദേശി സിനാനും മാതാവ് സൽമയ്ക്കും നേരെയാണ് ആക്രമണമുണ്ടായത്. ഗോവ വിമോചന സമര സേനാനി ക്യാപ്റ്റൻ KM കുഞ്ഞിക്കണ്ണൻ നമ്പ്യാർ വിടവാങ്ങി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. പാണലത്തെ പ്രവാസി അബ്ദുൽ മജീദിന്റെ മരണം. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ആഭ്യന്തര വകുപ്പിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു.